പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്ത് വന്നു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ UN ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും UN സെക്രട്ടറി ജനറൽ സംസാരിച്ചു. നേരത്തെ തന്നെ ഭീകരാക്രമണത്തെ അപലപിച്ച ഐക്യരാഷ്ട്രസഭയും രംഗത്ത് വന്നിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് UN സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത്. സംഘർഷം ഒഴിവാക്കണമെന്നും ഇരു രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചത് മാനിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാനും UN ഒരുക്കമാണെന്നും സെക്രട്ടറി ജനറൽ അറിയിച്ചു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇന്ത്യ പാക് അതിർത്തികളിൽ വർദ്ധിച്ചുവരുന്ന ആശങ്ക അവസാനിപ്പിക്കണമെന്നാണ് UN ആവശ്യപ്പെടുന്നത്. എന്നാൽ UNന്റെ ആവശ്യത്തോട് രണ്ട് രാജ്യങ്ങളും ഇതുവരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ 29 പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് എന്നും അദ്ദേഹം അറിയിച്ചു. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് പ്രതികരണം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കര, വ്യോമ, നാവിക സേനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി 3 സൈനിക വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് എന്ന് പ്രഖ്യാപിച്ചത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന സൂചനകൾക്കിടയിൽ ദില്ലിയിൽ മറ്റ് ചില നിർണായകമായ കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ട്. RSS മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സൈനിക മേധാവിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി RSS മേധാവിയെ കണ്ടത്. എന്നാൽ കാശ്മീരിലെ സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും സജീവമായി എന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഒരു അവസരം കാത്തിരുന്നത് പോലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ നിഗമനം. ഈ സാഹചര്യത്തിൽ കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ആകെയുള്ള 87 ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ 48 എണ്ണമാണ് ഇപ്പോൾ പൂട്ടിയത്. പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ സ്ലീപ്പർ സെല്ലുകൾക്ക് നിർദ്ദേശം ലഭിച്ചു എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിലുള്ള ഈ നടപടി. ശ്രീനഗർ, ഗന്ദർബാൽ ജില്ലകളിലും മറ്റ് പ്രദേശങ്ങളിലും കാശ്മീരി പണ്ഡിറ്റുകൾ, CID പേഴ്സണൽ, പ്രദേശവാസികളല്ലാത്തവർ എന്നിവർക്ക് നേരെയുള്ള അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ പാക് ചാര സംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ISI പദ്ധതിയിടുന്നുണ്ട് എന്ന വിവരമാണ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത്. ഭീകരരുടെ വീടുകൾ തകർത്തതിന്റെ പ്രതികാരം എന്ന വണ്ണം ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏപ്രിൽ 22-ാം തീയതിയായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരടക്കം 5 പേർ ചേർന്ന് പഹൽഗാമിലെ ബൈസറൺ വാലിയിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. 26 ടൂറിസ്റ്റുകളെയും ഒരു കാശ്മീരിയെയും ഇസ്ലാമിക ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തി. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പുറത്തുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഈ രാജ്യത്തിന്റെ അകത്താണുള്ളത് എന്ന് നമ്മൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. ഒരുപാട് അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഈ രാജ്യത്തിനകത്ത് തന്നെയാണുള്ളത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ സർ ചില കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇന്ത്യ വിടുക എന്ന് പറയേണ്ടിയിരിക്കും. രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ന് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഓരോ സംസ്ഥാനത്തെയും കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ് എന്ന് വ്യക്തം. എന്നാൽ ഇവിടെ മുസ്ലിം പാർട്ടികളുടെ നിലപാട് നോക്കൂ, എത്രമാത്രം അവർ ഇന്ത്യക്ക് അനുകൂലമായിരിക്കുന്നു. ഹൈദരാബാദിലെ MP ആയിട്ടുള്ള അസറുദ്ദീൻ ഒവൈസിയെ നമുക്കറിയാം. AIMIM എന്ന് പറയുന്ന മുസ്ലിം പാർട്ടിയുടെ സ്ഥിരം നേതാവാണ്, സ്ഥിരം MP ആണ്. അദ്ദേഹം അതിശക്തമായ ഭാഷയിലാണ് പാകിസ്ഥാനെ വിമർശിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അരമണിക്കൂറല്ല 50 വർഷങ്ങൾ ഇന്ത്യയേക്കാൾ പുറകിലാണ്. പാകിസ്ഥാന്റെ ആകെ ബജറ്റ് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിന്റെ ഒപ്പം പോലും വരില്ല എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. കാശ്മീരിലെ പാർട്ടികൾ, അത് ഒമർ അബ്ദുള്ള ആണെങ്കിലും മെഹബൂബ മുഫ്തി ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവിടുത്തെ മുഴുവൻ മുസ്ലിം പാർട്ടികളും പാകിസ്ഥാനെതിരെ അതിശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടി പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുന്നത് അതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ്. കർണാടകത്തിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യരുത്, സമാധാനമാണ് നമുക്ക് വേണ്ടത്, സംഭവിച്ച കാര്യങ്ങൾ സുരക്ഷാ വീഴ്ചയാണ്. ഈ ഒരു നിലപാട് കോൺഗ്രസിന്റെ കർണാടക മുഖ്യമന്ത്രി എടുക്കുമ്പോൾ കോൺഗ്രസിന്റെ KPCC കേരളത്തിലെ KPCCയുടെ എക്സ് ഹാൻഡിൽ പറയുന്നത്
പാകിസ്ഥാനിലെ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ഈ നേതാക്കന്മാര് പറയുന്ന വാചകങ്ങളും പ്രസ്താവനകളും ഇന്ന് പാകിസ്ഥാനിൽ ഹിറ്റായിരിക്കുന്നു. ഇവരൊക്കെ വലിയ ജനപ്രിയ നേതാക്കന്മാരെ പാകിസ്ഥാനിൽ മാറുകയാണ്, ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരും. അപ്പോൾ ഇവർ പറയുന്നത് ഇതൊരു നാടകമാണ്. KPCCയുടെ കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഈ നടന്നതെല്ലാം ഒരു നാടകമാണ്. 200 കിലോമീറ്റർ അതിർത്തിക്കുള്ളിൽ വന്ന് കടന്ന് ഇത്രയൊക്കെ കാര്യം ചെയ്യാൻ പറ്റുമോ? അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ത്യയിലെ പട്ടാളത്തിലെ പോലീസോ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്കും അറിയില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ തിരിച്ചു പോയിരിക്കുന്നു എന്ന്. ഇവരുടെ ഇത്തരം പ്രസ്താവനകളാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിമാരും വിദേശകാര്യമന്ത്രിമാരും ഐക്യരാഷ്ട്രസഭയിലെ അംബാസഡർമാരായിട്ടുള്ള പാകിസ്ഥാൻകാരുകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ വിരുദ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ബാലക്കോട്ട് ആക്രമണം ഉണ്ടായ ആ സമയത്ത് കപിൽ സിബൽ, മനീഷ് തിവാരി, ദിഗ്വിജയ് സിംഗ് ഇവരൊക്കെ നടത്തിയ പ്രസ്താവനകൾ, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ പിൽക്കാലത്ത് പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര വേദികളിലും വളരെ ഭംഗിയായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ സാധിച്ചു. ഷാമൈദു ഖുറേഷി എന്ന് പറയുന്ന അന്നത്തെ പാക് വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പാകിസ്ഥാന്റെ ഐക്യരാഷ്ട്രസഭയിലെ അംബാസഡറായിരുന്ന മലിഹ ലോധി UN സെക്യൂരിറ്റി കൗൺസിലിൽ സംസാരിച്ചപ്പോഴും ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഉയർത്തിപ്പിടിച്ചാണ് സംസാരിച്ചത്. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ അന്താരാഷ്ട്ര കോൺഫറൻസുകളിലൊക്കെ ഈ പറഞ്ഞ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഉദ്ധരിച്ച് സംസാരിച്ചത്. ഇപ്പോൾ കർണാടകത്തിലെ എക്സൈസ് മന്ത്രി RB തിമ്മപ്പൂർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, തീവ്രവാദികൾ മതം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര ക്രൂരമാണ്. ദൃക്സാക്ഷികൾ ജീവിച്ചിരിക്കുകയാണ്. തന്റെ ഉറ്റവരൊക്കെ തന്റെ കൺമുമ്പിൽ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ടപ്പോഴും അവരോടൊക്കെ മതം ചോദിക്കുകയും അവരുടെയൊക്കെ വസ്ത്രം അടിച്ച് പരിശോധിക്കുകയും മതം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന്റെ ദൃക്സാക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ കർണാടകത്തിലെ എക്സൈസ് മന്ത്രി കോൺഗ്രസുകാരനായ RB തിമ്മപ്പൂർ പറയുന്നു, തീവ്രവാദികൾ മതമൊന്നും ചോദിച്ചിട്ടില്ല എന്ന്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് MLA ആയ വിജയ് പട്ടേൽ പറയുന്നത്, അങ്ങനെ മതമൊക്കെ ചോദിച്ചു കൊല്ലാൻ മാത്രം സമയം കിട്ടുമോ തീവ്രവാദികൾക്ക്? ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ്. അതുപോലെ കോൺഗ്രസ് പറയുന്നു ഭീകരവാദികളൊക്കെ തിരിച്ച് പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഇവിടുത്തെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്കും പട്ടാളത്തിനും പോലീസിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായി അറിയാം. അപ്പൊ കോൺഗ്രസ് പാർട്ടിയാണോ ഇവരെ തിരിച്ച് പാകിസ്ഥാനിൽ കൊണ്ടുപോയി ആക്കിയത് എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു നേതാവും ഇതുവരെ ഇത്തരം പ്രസ്താവനകൾ നടത്തിയ കോൺഗ്രസ് നേതാക്കളെ തള്ളി പറഞ്ഞിട്ടില്ല, പ്രസ്താവന തിരുത്തണമെന്നും പറഞ്ഞിട്ടില്ല. P. ചിദംബരം, കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം എന്താ പറഞ്ഞത്? മസിൽ പവർ കാണിക്കാനുള്ള സമയമല്ല, ഇപ്പോൾ പുനർവിചിന്തനമാണ് നടത്തേണ്ടത്, ചർച്ചകളാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും നമ്മൾ വോട്ട് ചെയ്തു വിജയിപ്പിച്ച് ഈ രാജ്യത്തിന്റെ ഭരണചക്രമേൽപ്പിച്ചിരുന്ന ആളുകൾ, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന രാജ്യവിരുദ്ധതകൾ എത്രമാത്രം തീക്ഷ്ണമാണ്, ഈ രാജ്യത്തോട് എത്രമാത്രം ക്രൂരതയാണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് തെളിയിക്കുന്നതാണ്. പാകിസ്ഥാൻ സമ്മതിച്ചാലും നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് സമ്മതിക്കില്ല. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഇരുന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായിട്ടും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? ഇത് അതീവ ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കേണ്ട കാര്യമാണ്. അതുപോലെ ഇന്ത്യക്കകത്ത് ഉള്ള പല മാധ്യമങ്ങളും ഇപ്പോൾ ഇന്ത്യ വിരുദ്ധമായ ഇത്തരം നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയെ അന്താരാഷ്ട്ര വേദിയിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള പണിയാണ് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് പാർട്ടിയുടെ ഈ നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാകിസ്ഥാനിലേക്ക് പോകും. എന്നിട്ട് രാഹുൽ ഗാന്ധി ഏതായാലും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കും. ഈ കോൺഗ്രസ് പാർട്ടിയോട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു സംശയവുമില്ല, രാഹുൽ ഗാന്ധി ഇന്ന് പാകിസ്ഥാനിൽ മത്സരിച്ചാൽ നാളെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. കാരണം ഇന്ത്യക്കകത്തിരുന്ന് പാകിസ്ഥാൻ പ്രേമം വിളിച്ചു പറയുന്നതിനേക്കാൾ, ഇന്ത്യ വിരുദ്ധതകൾ വിളിച്ചു പറയുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ലൈസൻസോട് കൂടി തന്നെ പാകിസ്ഥാനിൽ ഇരുന്നിട്ട് ഇന്ത്യ വിരുദ്ധത പറയാമല്ലോ. നന്ദി.